നീ പോ, നീ പോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാൻഡ്ര7. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഇന്ന് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു സർപ്രൈസ് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പിടിയില്ല. അമ്മേനെ തൂക്കി വെളിയെറിയൂ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം എന്റെ അമ്മയാണ്, നിങ്ങൾ എന്റെ മറ്റേ സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സമയത്തുള്ള അമ്മയുടെ റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ ഒക്കെ ഇരട്ടി റിയാക്ഷൻ ആയിരിക്കും. എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും സർപ്രൈസ് കൊടുക്കണം. ഇതാണ് നമ്മുടെ പഴയ ഫോൺ. ഇത് ഏകദേശം ഇത് ചത്ത് തൊലഞ്ഞ് അതിന്റെ അപ്പുറമായി. കാരണം ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ലാത്തുള്ള ഒരവസ്ഥയിലാണ്. ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, പിന്നെ കോണ്ടാക്ട് ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ക്യാമറ വെക്കാന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നമാണ്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന്. പക്ഷെ എന്റെ പൈസ ഉണ്ടാവില്ല. നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴും ഞാൻ പറയാണ്, യൂട്യൂബിൽ നിന്ന് എനിക്ക് ഭയങ്കര എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. ഈ യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെയും എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് വലിയ വരുമാനം കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷൻ, ഇൻസ്റ്റാഗ്രാം വഴിയുള്ള കൊളാബ് വഴിയാണ് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ കൂട്ടി നമ്മൾ ഈ ഉറുമ്പ് അരിമണി ശേരിക്കുന്നു പറയില്ല, അതുപോലെ കൂട്ടി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് ഡ്രസ്സ് പോലും ഞാൻ ഇതുവരെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ റവന്യൂ ഇട്ടിട്ടൊന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ അതൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ്. ഒരുപാട് ആളുണ്ട് വിചാരിക്കുന്നുണ്ട്, കാരണം അമ്മ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് നമ്മൾ തിരിച്ചൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫൈനലി ഐ ഡിഡ് ഇറ്റ്. എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ തള്ള് കേൾക്കാനാണ്, തള്ളാണെന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി ഗൈസ്, ഇതൊരു തള്ളൊന്നുമല്ല. എല്ലാ മക്കളും അവരുടെ അമ്മമാരെ അച്ഛന്മാരെ സ്നേഹിക്കുന്നവർ എന്തായാലും ഒരിക്കലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും. അപ്പൊ അതുപോലെ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അമ്മ ഓൾറെഡി ഫോൺ കണ്ടു. അപ്പൊ എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന്. കണ്ടിട്ട് എന്നോട് ചോദിച്ചു ആരുടെ ഫോണാണ്. അപ്പൊ ഞാൻ അനിയത്തിയുടെ ഫോൺ എന്നൊക്കെയാണ് പറഞ്ഞ് വച്ചിരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് മുന്നേ അറിയാമെന്നും എനിക്കറിയില്ല. കാരണം അമ്മയ്ക്ക് ഒരു ഡിറ്റക്റ്റീവ് സ്വഭാവം ഉണ്ട് ഗൈസ്. ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യം പോലും അമ്മ കണ്ടുപിടിക്കും. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇവിടെയാണ് ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഒളിപ്പിച്ച് ഇത് അടച്ച് വെക്കുന്നത്. മാല നോക്കി അമ്മ ഇത് തുറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സ്വർണ്ണമാണ് കാണാനില്ല. കാണാനില്ല. എന്തെങ്കിലും അത് മിണ്ട്. ഞാൻ നിന്റെ അടുത്ത് മാനമര്യാദയ്ക്ക് ഞാൻ കഴുത്തിയെടുത്ത് ഇടാന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ഞാൻ കാണാനില്ല പോലും. അങ്ങനെ ഒന്ന് നിക്കാന്ന് പറഞ്ഞിട്ട് നോക്കണേ. ഞാൻ നോക്കിയാണ് ഇത് കാണാനില്ലെന്ന്. ചെന്ന് നോക്ക്. പോങ്ങി എവിടെ പോയി എന്താ അറിഞ്ഞൂടാ. ഞാൻ നോക്കി വച്ച് കീർക്കളഞ്ഞ രണ്ടായിട്ട് നിന്ന. It was at this moment that he knew he fucked up. കൂടി എത്രയാണ് ഉള്ളത്? നീ പോ. വാ, ഇത് നോക്ക്. കാണാനായിട്ട് ഞാൻ ആഴ്ചക്കകത്ത് പൂട്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? അല്ലെങ്കിൽ ഊരല്ലെന്ന് പറഞ്ഞില്ലേ? നോക്ക് മര്യാദക്ക്. നോക്കിയതാ, ഇവിടെയാണ് വച്ചിരുന്നത്. ഇവിടെ തുറന്നു നോക്ക്, അവിടെ കാണാം. ഇപ്പൊ എന്താ എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. മാല കത്തി കിടക്കുന്നത് ഊരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ലാസ്റ്റ് എവിടെ വെച്ചത്? ലാസ്റ്റ് ഇവിടെ വെച്ചത്. ഇവിടെ നീ ചുമ്മാ പറയണതാണോ? നീ മര്യാദക്ക് നോക്ക്. മര്യാദക്ക് നോക്കിയെടു. കിട്ടിയാ?
ഇവിടെ വച്ചിരുന്നു, ഈ പെട്ടിക്കകത്താണ് വച്ചിരുന്നത്. എന്നിട്ടത് എന്തിനോ ഊരണ എന്തിനെപ്പോഴും അത് മരം തീരെയൊന്നും എടുക്കൂല, അവർക്ക് എത്തൂലല്ല. അവിടെയും കൂടെ ഒക്കെ നോക്കും. നിന്റെ കയ്യിലെ പുറപ്പെട്ടു ഇരിക്കണം നിന്റെ. എന്താ നിങ്ങളെ മാമൻ വന്ന് അതിലൊന്നും ഇല്ല. അതിന്റെ ഒക്കെ ഇരട്ടി റിയാക്ഷൻ ആയിരിക്കും. എങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അടി കിട്ടി കൈസ്. അറിഞ്ഞോടി കൈസ്, എനിക്ക് അടി കിട്ടി. ഇതപ്പൊ നന്നായി. ഞാൻ നേരെ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ. അത്ഭുതമായിട്ട് എന്താ പറഞ്ഞ റിയാക്ഷൻ ഇല്ലാത്ത റിയാക്ട് ചെയ്യാം. റിയാക്ഷൻ ഇല്ല ഗൈസ്, ഒരു റിയാക്ഷൻ ഇല്ല. അത് അതേപോലെ വെച്ചിട്ട് പോയി. അല്ല, നിങ്ങൾ എന്നെ അടിക്കണ്ടായിരുന്നു. എന്റെ കവാല കുറ്റിയാണ് നിങ്ങൾ അടിച്ചത് കേട്ടാ ഗൈസ്. കണ്ട എന്റെ കൈ വരെ മുറിച്ച് കേട്ടാ. കണ്ട എന്റെ കൈ മുറിച്ച്. എന്താണ് ചോറ് തിന്നു? ഓക്കെ. കണ്ട ഗൈസ്, എന്റെ കൈ എല്ലാം വലിച്ചു മുറിച്ച്. കണ്ടോ കണ്ടാ. അമ്മ പറയേ, പ്രാങ്ക് ചെയ്തപ്പോ അമ്മയ്ക്ക് എന്ത് തോന്നി? എല്ലാം പഠിപ്പിച്ചു തരാം. വാട്സാപ്പ് തൊട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എനിക്ക് ഒന്നും വേണ്ട. എല്ലാം വേണം. മഞ്ജുവിന് ന്യൂ ജനറേഷൻ ആണ് ഗൈസ്. അതെ മഞ്ജു, എങ്ങനെയുണ്ട് ഫോണ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലതാ? ക്യാമറ നോക്കി പറഞ്ഞാണ് അങ്ങോട്ട്. ഇങ്ങോട്ട് നോക്ക്. ഇതാണ്ട് ആ ഫോണിലോട്ടൊന്ന് നോക്കിയാ. എങ്ങനെയുണ്ട് ഫോണ്? മഞ്ജു രണ്ട് കണ്ണീരൊക്കെ വരട്ട്. ഗിഫ്റ്റ് ഒക്കെ തന്നേ. എന്റെ കണ്ണീര് പ്രതീക്ഷിച്ച ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ച? എങ്ങനെ എടാ അറിയാത്ത പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അതാണ് ഞാൻ. മഞ്ജു, നിങ്ങൾ ഈ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഗിഫ്റ്റ് തരുന്നത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കണത്? അപ്പം മഞ്ജു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ഗൈസ് ബൈ ബൈ ബൈ. അങ്ങോട്ട് നോക്കി പറയണം ബൈ.